നമുക്കറിയാം ഇറാൻ അമേരിക്ക സംഘർഷം അവസാനിക്കുന്നില്ല. വലിയ രീതിയിലുള്ള സംഘർഷം അങ്ങോളം ഇങ്ങോളം തുടരുകയാണ്. ഇറാനിൽ വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. ഹോർമുസിലൂടെ കടന്നുപോയ കപ്പലിന് നേരെ IRGC ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ സൈനിക നടപടി. സൈപ്രസിന്റെ പതാക വഹിക്കുന്ന MV GFX ഗാലക്സി എന്ന കപ്പലിന് നേരെയാണ് ഇറാന്റെ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് ഒരു നാവികനെ കാണാതായിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ തീരുമാനമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഐസനോട് തന്നെ തേടാം. ഐസൻ, എന്താണ് ഈ ഹോർമൂസിൽ സംഭവിക്കുന്നത്? വീണ്ടും അശാന്തമാവുകയാണോ? അടിക്ക് തിരിച്ചടി അതാണോ ഇപ്പോൾ അമേരിക്ക പയറ്റിയിരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? ഒപ്പം ഒരു നാവികനെ കാണാതായി എന്ന് കൂടി പറയുന്നുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണോ ഐസൻ? അശ്വതി, രാഖി, തീർച്ചയായും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കാണാതായ നാവികന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായക ഘടകം അശ്വതി ചോദിച്ച വിഷയം തന്നെയാണ്. അതായത് മൂന്നാം തവണയാണ് ഈ ആക്രമണം നടക്കുന്നത് ഈ ഒരാഴ്ചയ്ക്കിടെ. അതിന് അടിസ്ഥാന കാരണമാകുന്നത് തന്നെ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ IRGCയുടെ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് ഓരോ തവണയും തിരിച്ചടി ഉണ്ടാകുന്നത് എന്നതും ഒരു വസ്തുതയാണ്. അതുപോലൊരു സംഭവം ആവർത്തിക്കുകയായിരുന്നു ഇന്നലെ സൈപ്രസിൻ്റെ പതാക വഹിച്ച ഒരു കപ്പലിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, MV ഗാലക്സി എന്ന് പറയുന്ന കപ്പലിന് നേരെ ശക്തമായ ഒരു ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണത്തിൽ കപ്പലിൻ്റെ എഞ്ചിൻ റൂം തകരുകയും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ തീപിടിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിലാണ് ഒരു നാവികനെ കൂടി കാണാതായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് US സെൻട്രൽ കമാൻഡ് കടുത്ത നടപടികൾ സ്വീകരിച്ചതെന്ന് ഔദ്യോഗികമായി US സെൻട്രൽ കമാൻഡ് തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് കൃത്യമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നീക്കം നടന്നതെന്ന് സൂചിപ്പിക്കുന്ന ഒരു നിലപാടും പീറ്റ് ഹെഗ്സെത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാൻ്റെ തെറ്റായ തീരുമാനമെന്ന് പറഞ്ഞാണ് US സെൻട്രൽ കമാൻഡിൻ്റെ ഈ വിശദീകരണത്തെ അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള ചില നിലപാടുകൾ കൃത്യമായി വരുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും ആക്രമണത്തിനുള്ള സാധ്യത വിട്ടുവീഴ്ചയില്ലാതെ തുടരാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നൊരു സാഹചര്യം ഹോർമൂസിലെ സ്വതന്ത്ര കപ്പൽ ഗതാഗതം തടയുന്ന നീക്കം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ്. IRGC സ്വാഭാവികമായും ഈ അടുത്ത്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഹോർമൂസ് അടച്ചതായുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. സ്വാഭാവികമായും ചർച്ചകൾ തുടരാൻ അനുവാദമുണ്ടെങ്കിലും മുൻവിധിയോടെയുള്ള ചർച്ചകൾക്ക് സാധ്യതയില്ല എന്നാണ് ഇന്നലെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നത്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കടുത്ത നടപടി, അതായത് ചർച്ചയ്ക്ക് ഇറാന് താല്പര്യമുണ്ടെങ്കിൽ ആവാം, അല്ലെങ്കിൽ സൈനിക നടപടി അവസാനിപ്പിക്കാനുള്ള നീക്കമാവാമെന്ന് തുടർച്ചയായി ട്രംപ് പറയുന്നുണ്ട്. അത് തുർക്കിയിലെ NATO സമ്മേളനത്തിൻ്റെ സാഹചര്യത്തിലും അതിനുശേഷവും അദ്ദേഹം കൃത്യമായി സ്ഥിരീകരിച്ചത് ഇക്കാര്യം തന്നെയാണ്. മാത്രമല്ല മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന ചില നീക്കങ്ങളൊക്കെ നിലപാടുകളൊക്കെ അറിയിച്ചിരുന്നു. തന്നെ വധിക്കുകയാണെങ്കിൽ 1000-ഓളം മിസൈലുകൾ ഇറാനുമേൽ പതിക്കാവുന്ന സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കൃത്യമായ ബന്ധം നശിച്ചുപോയ അല്ലെങ്കിൽ തകർന്നുപോയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന നിലപാടുകൾ പീറ്റ് ഹെഗ്സെത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വ്യക്തമാണ്. എന്തായാലും ഹോർമൂസിലെ ഇറാൻ ആക്രമണത്തിന് അമേരിക്ക ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വലിയ ആക്രമണം, അതായത് പശ്ചിമേഷ്യ അശാന്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഐസൻ ന്യൂസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്.